നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കലാശക്കൊട്ട് ആവേശമാക്കി മുന്നണികളും പ്രവർത്തകരും. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം. കാട്ടാന പേടി ഒഴിയാതെ എച്ചിപ്പാറ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കോഫി ഷോപ്പ് തകർത്തു. ദേശീയപാത ആമ്പല്ലൂരിൽ സർവീസ് റോഡിലെ കോൺക്രീറ്റ് സ്ലാബ് വീണ്ടും തകർന്നു. അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് യാത്രക്കാർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടകര സ്വദേശി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പല്ലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കലാശക്കൊട്ട് ആവേശമാക്കി മുന്നണികളും പ്രവർത്തകരും. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം. സംസ്ഥാനം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശം അലതല്ലി. നഗരകേന്ദ്രങ്ങളും ഗ്രാമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും മുദ്രാവാക്യങ്ങളാലും സമ്പന്നമായി. നാടും നഗരവും ഒന്നാകെ ആവേശം അലയടിച്ചുയർന്നപ്പോൾ കൊട്ടിക്കലാശം ഇക്കുറി അത്യന്തം ആകർഷകമായി. ദിവസങ്ങൾ നീണ്ടുനിന്ന പോർവിളികൾക്കൊടുവിൽ ഓരോ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശമാക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അരയും തലയും മുറുക്കി രംഗത്തെത്തി. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പുതുക്കാട് മണ്ഡലത്തിലെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാലും കൊട്ടിക്കലാശം ആവേശമായി മാറി. ബാൻഡ് മേളവും ചെണ്ടമേളവുമൊക്കെയായി കലാശക്കൊട്ട് പൂരമാക്കി മുന്നണികൾ മാറ്റി. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രനും BJP സ്ഥാനാർത്ഥി പരമേശ്വരൻ എന്ന നാഗേഷും കൂറ്റൻ ക്രെയിനിലേറി കൈവീശി കാട്ടിയായിരുന്നു അണികളെ ആവേശത്തിലാക്കിയത്. UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് തുറന്ന ജീപ്പിന് മുകളിൽ കയറിയാണ് പ്രവർത്തകരെ ആവേശത്തിലാക്കിയത്. കടലിരമ്പം പോലെ ഉയർന്ന പാരഡി ആക്ഷേപ ഗാനങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ആവേശത്തിനും ഒടുവിൽ 6 മണിക്ക് കൊട്ടിക്കലാശമായി. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. അടുത്ത 5 വർഷത്തേക്ക് കേരളം ആര് ഭരിക്കണമെന്ന വിധി വ്യാഴാഴ്ച കുറിക്കും. 2.71 കോടി വോട്ടർമാരാണ് കേരളത്തിന്റെ വിധി എഴുതുക. പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടകരയിൽ കൊട്ടിക്കലാശിച്ചത്. പാർട്ടി പതാകകളും വർണ്ണ ബലൂണുകളും പട്ടുക്കുടകളും വാദ്യമേളങ്ങളുമായി ഓരോ മുന്നണികളുടെയും പ്രവർത്തകർ ടൗണിൽ വൈകുന്നേരം 4:30 തന്നെ അണിനിരന്നു. ആവേശം അതിരുവിടാതിരിക്കാൻ പോലീസ് കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മുൻകൂട്ടി അനുവദിച്ചിരുന്ന സ്ഥലത്താണ് ഓരോ മുന്നണികളുടെയും പ്രവർത്തകർ അണിനിരന്നത്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പല്ലൂർ. മറ്റു വാർത്തകളിലേക്ക്. എച്ചിപ്പാറയിൽ കാട്ടാനപ്പേടി ഒഴിയുന്നില്ല. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കോഫി ഷോപ്പ് തകർത്തു. 2 ആഴ്ചയായി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടം പകൽ സമയത്തും പുറത്തിറങ്ങുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയാണ്. എച്ചിപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം പ്രവർത്തിക്കുന്ന കഫറ്റീരിയ എന്ന കോഫി ഷോപ്പിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. എച്ചിപ്പാറ സ്വദേശി ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള കടയുടെ ഒരു ഭാഗം ആന പൂർണ്ണമായും തകർത്തു. ചൊവ്വാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് ആക്രമണ വിവരം പുറം ലോകമറിയുന്നത്. കഴിഞ്ഞ മാസവും ഇതേ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ചയായി ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പാലപ്പിള്ളി എച്ചിപ്പാറ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യത്തിലാണ് എച്ചിപ്പാറ നിവാസികൾ. കാട്ടാന ശല്യം പതിവായതോടെ എച്ചിപ്പാറയിൽ രാത്രിയാത്ര ദുസ്സഹമായിരിക്കുകയാണ്. വനംവകുപ്പ് അടിയന്തരമായി ആനകളെ കാട്ടിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ദേശീയപാത ആമ്പല്ലൂരിൽ സർവീസ് റോഡിലെ കോൺക്രീറ്റ് സ്ലാബ് വീണ്ടും തകർന്നത് അപകട ഭീഷണിയായി. ചാലക്കുടിയിലേക്കുള്ള ഭാഗത്താണ് അപകട ഭീഷണി നിലനിൽക്കുന്നത്. ഇതിനു മുൻപ് തകർന്ന സ്ലാബുകൾ അറ്റകുറ്റപ്പണി നടത്തി പുതുക്കിയ അതേ സ്ഥലത്താണ് വീണ്ടും തകർച്ച സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും സ്ലാബ് തകർന്നതോടെ സ്ഥിരതയുള്ള പരിഹാരം ലഭിച്ചില്ലെന്ന ആശങ്ക നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു. സർവീസ് റോഡിലൂടെ ദിവസേന നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. എന്നാൽ തകർന്ന കോൺക്രീറ്റ് സ്ലാബ് കാരണം റോഡിന്റെ ഭാഗം അപകടാവസ്ഥയിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വെളിച്ചക്കുറവ് മൂലം ഈ തകർച്ച ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതിനാൽ അപകട സാധ്യത ഏറെ കൂടുതലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി സ്ഥലത്തെത്തി സ്ഥിരപരിഹാരം കാണണമെന്നും ആവശ്യമുയരുന്നുണ്ട്. തകർന്ന ഭാഗം താൽക്കാലികമായി അടച്ചിടുകയോ മുന്നറിയിപ്പ് ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതുണ്ടെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സ്ഥിരപരിഹാരമില്ലാതെ ഇത്തരം തകരാറുകൾ ആവർത്തിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ കൊടകര സ്വദേശി അറസ്റ്റിൽ. വല്ലപ്പാടി ചെങ്ങിനിയാടൻ വീട്ടിൽ എബിനാണ് അറസ്റ്റിലായത്. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകളെ പിറ്റ് NDPS ആക്ട് പ്രകാരം തടങ്കലിലാക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ച് ഉത്തരവ് നടപ്പിലാക്കും. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO കെ ജെർലിൻ, വി സ്കറിയ, GASI-മാരായ ആഷ്ലിൻ ജോൺ, ജ്യോതിലക്ഷ്മി, GSCPU-മാരായ സജീഷ് കുമാർ, സഹദ് എന്നിവർ പിറ്റ് NDPS ആക്ട് പ്രകാരമുള്ള നടപടികൾ ചെയ്യാൻ പ്രധാന പങ്കുവഹിച്ചു. രോഗശയ്യയിൽ കഴിയുന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും കൈത്താങ്ങായി വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ പുതിയ സംരംഭം. ആവശ്യക്കാർക്ക് സർജിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുന്ന സ്പർശം ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വടാന്തോളിലാണ് വേറിട്ടൊരു കാരുണ്യ പ്രവൃത്തിക്ക് തുടക്കമായത്. ചികിത്സാ ആവശ്യങ്ങൾക്കും മറ്റും വലിയ തുക നൽകി വാങ്ങേണ്ടി വരുന്ന സർജിക്കൽ ഉപകരണങ്ങൾ സാധാരണക്കാർക്ക് തികച്ചും സൗജന്യമായി എത്തിക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ഫോർഡബിൾ കട്ടിലുകൾ, എയർബെഡ്, വാട്ടർ ബെഡ്, വീൽ ചെയറുകൾ, വോക്കറുകൾ, കൊമോഡ് ചെയറുകൾ എന്നിവയാണ് ലഭ്യമാകുന്ന ഉപകരണങ്ങൾ. പള്ളിക്കുന്ന് ഇടവക വികാരി ഫാദർ ആന്റോ ചിരിയങ്കണ്ടത്ത്, പഞ്ചായത്ത് അംഗം ഷീൽജി സുധീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഓർഗനൈസേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകും സ്പർശം എന്ന ഈ കൂട്ടായ്മ. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ തോമസ് ശ്ലീഹായുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റം മോൺസിഞ്ഞോർ ആൻഡു ആലപ്പാടൻ നിർവഹിച്ചു. ഈ മാസം 11, 12 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. 19-ന് 8-ാമിടവും നടത്തും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ എല്ലാവർക്കും 501 രൂപ വിഷുക്കൈനീട്ടം പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, മുതിർന്ന അംഗം പൗലോസ് കളമ്പാടിന് വിഷുക്കൈനീട്ടം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, ഫൗസിയ ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിലുള്ള വേനൽത്തുമ്പി അവധിക്കാല ബാലവേദി ക്യാമ്പിന്റെ ഭാഗമായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ VM ഹംസ ക്ലാസ് നയിച്ചു. ബാലവേദി പ്രോഗ്രാം കോർഡിനേറ്റർ PA രവി, ബാലവേദി പ്രസിഡന്റ് അമർനാഥ് ഷാജൻ, ലൈബ്രറിയൻ രാധാ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ അളഗപ്പ ജംഗ്ഷനു സമീപം നിയന്ത്രണം വിട്ട കാർ 3 വാഹനങ്ങളിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി സ്വദേശിനി ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ നിൽക്കുകയായിരുന്ന വെണ്ടൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറെയും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികളെയും ഇടിച്ചു വീഴ്ത്തി. മുന്നിൽ പോയിരുന്ന ഒരു കാറിന് പിറകിലും വാഹനമിടിച്ചു. വെണ്ടൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ റാഫേലിന്റെ കാലിന് സാരമായ പരിക്കുണ്ട്. പുതുക്കാട് നിന്നും ആംബുലൻസ് എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വോട്ടെടുപ്പ് ദിവസമായ ഏപ്രിൽ 9-ന് തൃശൂർ സുവോളജിക്കൽ പാർക്കിന് അവധിയായതിനാൽ അന്നേ ദിവസം സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില
സ്വർണം ഗ്രാമിന് 13,735 രൂപ, പവന് 1,09,880 രൂപ. കല്ലൂർ മാവിൻചുവട് കല്ലിങ്ങപ്പുറം ചന്ദ്രൻ ഭാര്യ തങ്കമണി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കലാശക്കൊട്ട് ആവേശമാക്കി മുന്നണികളും പ്രവർത്തകരും. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം. കാട്ടാന പേടി ഒഴിയാതെ എച്ചിപ്പാറ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കോഫി ഷോപ്പ് തകർത്തു. ദേശീയപാത ആമ്പല്ലൂരിൽ സർവീസ് റോഡിലെ കോൺക്രീറ്റ് സ്ലാബ് വീണ്ടും തകർന്നു. അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് യാത്രക്കാർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടകര സ്വദേശി അറസ്റ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.